السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, അവയെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ് നമസ്കാരം. നാളെ പരലോകത്ത് കർമ്മങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ചോദ്യം ചെയ്യുക ഈ നമസ്കാരത്തെക്കുറിച്ചായിരിക്കുമെന്ന് ഹദീസിൽ കാണാം. ഓരോ വിഷയങ്ങളിലും വ്യത്യസ്ത ചോദ്യങ്ങളാണ്. ആളുകൾ തമ്മിൽ പരസ്പരമുള്ള ഇടപാടുകൾ, അതിൽ നിന്ന് ആദ്യം ചോദ്യം ചെയ്യുക പരസ്പരം രക്തം ചിന്തിയ വിഷയത്തെക്കുറിച്ചായിരിക്കും. നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ, അതിൽ നിന്ന് ആദ്യം ചോദ്യം ചെയ്യുക നമുക്ക് നൽകിയ തണുത്ത വെള്ളത്തെക്കുറിച്ചും അതുപോലെ തന്നെ ശരീരം നന്നാക്കി തന്നതിനെ കുറിച്ചുമായിരിക്കും. എന്നാൽ കർമ്മങ്ങളുടെ വിഷയത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസിബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്ത്. നമസ്കാരമാണ് ആദ്യം കർമ്മങ്ങളുടെ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുക. അതുകൊണ്ട് നമസ്കാരമാണ് ആരാധനാ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. 5 കാര്യങ്ങളിലായിക്കൊണ്ടാണ് ഇസ്ലാം ഉയർത്തപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാം കെട്ടിപ്പടുത്തിട്ടുള്ളത് 5 കാര്യങ്ങളിലാണ്. അപ്പോൾ ആ 5-ൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അവൻ്റെ ഇസ്ലാം തകർന്നു പോയി. അപ്പോൾ ഈ ബിൽഡിങ് 5 തൂണിലാണ് ഉണ്ടാക്കിയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞാൽ അതിലൊരു തൂണ് നശിപ്പിച്ച് കളഞ്ഞാൽ എല്ലാം തകർന്നു പോകും. അതുപോലെ ഇസ്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്, കെട്ടിപ്പടുത്തിട്ടുള്ളത് 5 കാര്യങ്ങളിലാണ്. അതിനാണ് നമ്മൾ അർക്കാനുൽ ഇസ്ലാം കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഇസ്ലാമിൻ്റെ റുക്നുകൾ. അതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അവൻ്റെ ഇസ്ലാം പൊളിഞ്ഞു പോകുന്നതാണ്. അതിലൊന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഇഖാമിസ് സ്വലാത്ത്, നമസ്കാരം മുറ പോലെ നിർവഹിക്കലാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് ഒരാൾ 5 വഖ്തും നമസ്കരിക്കുന്നില്ല, പൂർണ്ണമായി നമസ്കാരം ഉപേക്ഷിക്കുന്നവനാണ് അവൻ മുസ്ലിം അല്ല എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരാൾ നമസ്കരിക്കുന്നുണ്ട്, എന്നാൽ നമസ്കാരം നിർബന്ധമാണ് എന്ന് അംഗീകരിക്കുന്നില്ല എങ്കിൽ അവനും ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇനി മൂന്നാമത്തൊന്ന്, ചില ആളുകൾ ചില സമയത്ത് നമസ്കരിക്കും. റമളാനിൽ നമസ്കരിക്കുന്നവരാണ്, മഗ്രിബ് നമസ്കരിക്കുന്നവരാണ്, ജുമുഅ നമസ്കരിക്കുന്നവരാണ്, എന്നാൽ മറ്റുള്ള നമസ്കാരങ്ങൾ ഉപേക്ഷിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ഒരു വഖ്ത് നമസ്കാരം ഉപേക്ഷിച്ചാൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരെ പോലും കാണുവാൻ സാധിക്കും. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാത്ത്. നമുക്കും അവർക്കും അഥവാ വിശ്വാസികൾക്കും ഇടയിലുള്ള വ്യത്യാസം, കരാർ, അത് നമസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫറ. ആരാണത് ഉപേക്ഷിക്കുന്നത് അവൻ കാഫിറായി തീർന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. അപ്പോൾ അത്രയും ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കിക്കാണേണ്ടുന്ന ഒന്നാണ് നമസ്കാരം എന്നുള്ളത്. നമുക്ക് ചെറുപ്പത്തിലെ ഒരുപക്ഷെ 3 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 4 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ അവരുടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് പോയി നമസ്കാരം ആരംഭിച്ചവരാകും. സ്ത്രീകളാണെങ്കിലും ഉമ്മയുടെ കൂടെ മുസല്ലയിൽ നമസ്കാരം ആരംഭിച്ചവരാകും. അതുമുതൽ ഒരുപക്ഷെ ഈ 40 വയസ്സ് വരെ 50 വയസ്സ് വരെ നമസ്കാരം നമ്മൾ നിലനിർത്തുന്നവരായിരുന്നു. അപ്പോൾ പിന്നെയും എന്തിനാണ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം, നമസ്കാരത്തിൻ്റെ രൂപം നമ്മൾ പഠിക്കുന്നത്? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്ന് നമസ്കരിക്കുന്നു. എന്നാൽ റസൂലുള്ളാഹിയോട് വന്ന് സലാം പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കിയിട്ട് പറഞ്ഞു, തിരിച്ചു പോ, ഫ ഇന്നക ലം തുസല്ലി, നമസ്കരിക്ക്, നീ നമസ്കരിച്ചിട്ടില്ല. അയാൾ നമസ്കാരം രണ്ടാമതും ആവർത്തിച്ചു. വീണ്ടും റസൂലിനോട് സലാം പറഞ്ഞപ്പോൾ റസൂൽ സലാം അടക്കിയിട്ട് പറഞ്ഞു, ഇർജി ഫസല്ലി, പോയി നമസ്കരിക്ക്, ഫ ഇന്നക ലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല. ഇത് 3 തവണ ആവർത്തിച്ചു. അപ്പോൾ അയാൾ തക്ബീർ കെട്ടുന്നുണ്ട്, ഫാത്തിഹ ഓതുന്നുണ്ട്, റുക്കൂ ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്, ഇഅ്തിദാലുണ്ട്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ നമസ്കരിച്ചിട്ടില്ല, പോയി നമസ്കരിക്കുക. അപ്പോൾ ആ രൂപത്തിൽ ഉള്ള നമസ്കാരമാകുമോ നമ്മുടേത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അയാളുടെ നമസ്കാരത്തിൽ ഒരു റുക്കിന് നഷ്ടപ്പെട്ടു പോയതായിരുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നമസ്കരിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് 10-1 പ്രതിഫലം, ചില ആളുകൾക്ക് 9-1, ചില ആളുകൾക്ക് 8-1. ഒരേ സൊഫിൽ ഒരേ ഇമാമിന് പിന്നിൽ നമസ്കരിച്ച, ഒരേ വക്ത് നമസ്കരിച്ച 10 ആളുകൾക്കും 10 രൂപത്തിൽ പ്രതിഫലം ലഭിക്കുന്നു. അപ്പം ഏതൊരു ആരാധനാകർമ്മവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ 2 നിബന്ധനകൾ പാലിക്കണം. ഏതൊരു ആരാധനാകർമ്മവും അത് സ്വീകരിക്കണമെങ്കിൽ 2 നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഒന്ന് ഇഖ്ലാസ് ആണ്, 2 ഇത്തിബാ ആണ്. ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ ചെയ്യുന്ന ആ ആരാധനാകർമ്മം. രണ്ടാമത്തത് ഇത്തിബാ ആണ്, അഥവാ റസൂലുള്ളാഹി എങ്ങനെ കാണിച്ചു തന്നോ ആ രൂപത്തിൽ തന്നെ നിർവഹിക്കണം. അപ്പം നമസ്കരിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. നിങ്ങൾ തോന്നിയ പോലെ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞോ? ഇല്ല. ഹജ്ജ് ചെയ്യുന്ന വേളയിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഖുദൂ അന്നി മനാസിക്കക്കും, എൻ്റെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചെടുക്കണം. നിങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറി സ്വഹാബത്തിനെ നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു. സുജൂദിൻ്റെ സമയമാകുമ്പോൾ മിഹ്റാബിലേക്ക് ഇറങ്ങും, സുജൂദ് ചെയ്യും, വീണ്ടും മിമ്പറിൽ കയറും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൻ്റെ നമസ്കാരം കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് എത്ര തലമുറകൾ ഇന്ന് പോയി. അപ്പോൾ ആ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമസ്കാരത്തെ പഠിച്ചെടുത്തു. ആ സ്വഹാബത്തിലെ അവസാന കാലഘട്ടങ്ങളിൽ മരണപ്പെടുന്ന വ്യക്തിയാണ്, സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവസാനം ആ സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഒരു താബിഈയായ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു കരയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒന്നും ഇന്ന് സമൂഹത്തിൽ കാണുന്നില്ലല്ലോ, ഇല്ലാ ഹാദിഹി സ്വലാ, ഈ നമസ്കാരം ഒഴികെ. ആരാ പറയണത്? സ്വഹാബാക്കളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി മരിച്ച് ഹിജ്റ 110 അവസാനത്തെ സ്വഹാബി മരണപ്പെടുന്നത്, ഹിജ്റ 110. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത് ഹിജ്റ 11. ഇപ്പോൾ റസൂലുള്ളാഹി വഫാത്തായിട്ട് 100 വർഷം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് സ്വഹാബി പറയാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ച ഒന്നും ഇന്ന് സമൂഹത്തിൽ കാണുന്നില്ലല്ലോ, ഈ നമസ്കാരം ഒഴികെ. ആ നമസ്കാരം തന്നെ ആളുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അഥവാ അതിൻ്റെ രൂപത്തിൽ നിന്ന് ആളുകൾ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 1400 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പം നമ്മുടെ പള്ളിയിലിപ്പോൾ 10 ആൾക്കാർ നമസ്കരിക്കാൻ വന്നാൽ 10 ആൾക്കാരും കൈ കെട്ടുന്നത് 10 രൂപത്തിലായിരിക്കും. 10 ആളുകൾ റുക്കൂ ചെയ്യുന്നത് 10 രൂപത്തിലായിരിക്കും. 10 ആളുകളുടെ സുജൂദ് നോക്കിയാൽ 10 രൂപത്തിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 രൂപത്തിൽ നിസ്കാരം കാണിച്ചു കൊടുത്തിട്ടുണ്ടാവുമോ? ഇല്ല. അപ്പം അതിലേതെങ്കിലും 1-2 ശരി ഉണ്ടാവുള്ളൂ. അത് പഠിച്ച് നമ്മൾ മനസ്സിലാക്കി അതുപോലെ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരം സ്വീകരിക്കുകയുള്ളൂ. പണ്ഡിതന്മാർ സാധാരണ ഉദാഹരണം പറയാറുണ്ട്. അയാൾ വന്നിട്ട് സുബ്ഹ് നമസ്കരിക്കുകയാണ്, 2 റക്അത്ത് കൃത്യമായി നമസ്കരിക്കുന്നു. പക്ഷെ അയാൾ നമസ്കരിച്ചത് ആളുകൾ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അയാളുടെ നമസ്കാരത്തിൽ ഇഖ്ലാസ് ഇല്ല. ഇഖ്ലാസ് ഇല്ലാത്തതുകൊണ്ട് ആ നമസ്കാരം, ആരാധന അള്ളാഹു സ്വീകരിക്കില്ല. ഇനി ഒരാൾ ഇഖ്ലാസോടുകൂടി അള്ളാഹു കാണണമെന്ന നിയ്യത്തോടു കൂടി അയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സുബ്ഹ് നമസ്കരിക്കുകയാണ്. അയാൾ സൂറത്തുൽ ബഖറ ഓതി, വലിയ ദീർഘമായ സൂറത്തുകളൊക്കെ ഓതിയിട്ട് നമസ്കരിക്കുക. പക്ഷെ നമസ്കരിച്ചത് 3 റക്അത്താണ്. സുബ്ഹ് നമസ്കരിച്ചത് 3 റക്അത്താണ്. അള്ളാഹു അത് സ്വീകരിക്കുമോ? അത് സ്വീകരിക്കില്ല. കാരണം അവിടെ ഇത്തിബാ ഇല്ല, റസൂലിനെ അനുധാവനം ചെയ്യുക എന്ന ഇത്തിബാ ഇല്ല. അപ്പോൾ നമ്മുടെ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെയായിരിക്കണം. അപ്പോൾ മാത്രമേ
നാളെ പരലോകത്ത് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ രൂപം തക്ബീർ മുതൽ തസ്ലീം വരെ ഒന്ന് പെട്ടെന്ന് സൂചിപ്പിക്കുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിശാലമായ ഒരു മേഖലയാണിത്. അതിൻ്റെ നമ്മൾ സമയത്തിന് പരിധി ഉള്ളത് കൊണ്ട് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവസാനത്തിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള സമയത്ത് ചോദിക്കാവുന്നതാണ്. നമസ്കാരം ആരംഭിക്കുന്നത് തക്ബീർ കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിഫ്താഹുസ് സ്വലാത്തി അത്തുഹൂർ വതഹ്രീമുഹാ അത്തക്ബീറു വതഹ്ലീലുഹാ അത്തസ്ലീം. നമസ്കാരത്തിൻ്റെ താക്കോൽ അത് ശുദ്ധീകരണമാണ്. നമസ്കാരം അതിനെ ഹറാമാക്കുന്നത് തക്ബീറാണ്, അതിനെ ഹലാലാക്കുന്നത് തസ്ലീമാണ്. നമസ്കാരത്തെ ഹറാമാക്കുക എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ പല കാര്യങ്ങളും ഹറാമായി തീരും. നമസ്കാരത്തിന് പുറത്തുള്ള ഭക്ഷണം കഴിക്കൽ, വെള്ളം കുടിക്കൽ, സംസാരിക്കൽ, ഇതെല്ലാം നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ ഹറാമാവും. അപ്പോൾ എപ്പോഴാണ് തുടങ്ങുന്നത്? തക്ബീർ കൊണ്ടാണ്. തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് അതിന് നമ്മൾ പറയുക. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ് നമസ്കാരം ആരംഭിക്കൽ. എന്താണ് ഈ തക്ബീറത്തുൽ ഇഹ്റാം? പല ആളുകളും വിചാരിച്ച് വെച്ചിട്ടുള്ള തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ കൈ ഉയർത്തലാണ്, അല്ലെങ്കിൽ കൈ കെട്ടലാണ്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന ഉച്ചാരണമാണ്. കൈ ഉയർത്തലും കൈ കെട്ടലും എല്ലാം സുന്നത്താണ്. അല്ലാഹു അക്ബർ എന്ന ഉച്ചാരണമാണ് തക്ബീറത്തുൽ ഇഹ്റാം. അത് നമസ്കാരത്തിൻ്റെ ഒരു റുക്കിനാണ്. അപ്പോൾ ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറയാതെ കൈകൾ എത്ര ഉയർത്തി കെട്ടിയാലും അയാളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല, നമസ്കാരം ശരിയാവില്ല. ഒരാൾ മനസ്സിൽ അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി കെട്ടിയാലും അയാളുടെ നമസ്കാരം ശരിയാവില്ല. അപ്പം അല്ലാഹു അക്ബർ ചുണ്ടനക്കി ഒരാൾ പറയണം. അല്ലാഹു അക്ബർ എന്ന് ചുണ്ടനക്കി ഒരാൾ ഉച്ചരിക്കുന്നതോടുകൂടി അയാളുടെ നമസ്കാരം ആരംഭിച്ചു. തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിനോടൊപ്പം നമസ്കരിക്കുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. 3 അവസ്ഥകളാണ് ഉണ്ടാവുക. ഒന്ന്, ഇമാം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിന് മുമ്പേ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് മുമ്പേ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ അവൻ്റെ നമസ്കാരം ശരിയാവുകയില്ല. രണ്ടാമത്തെ അവസ്ഥ, ഇമാമിൻ്റെ കൂടെ പറയാം. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മളും കൂടെ അല്ലാഹു അക്ബർ എന്ന് പറയാം. അവൻ്റെ നമസ്കാരവും ശരിയാവുകയില്ല. മൂന്നാമത്തത്, ഇമാം പറഞ്ഞു അല്ലാഹു, അപ്പം നമ്മൾ തുടങ്ങിയിട്ടില്ല, പക്ഷേ ഇമാമിൻ്റെ കഴിയുന്നതിന് മുമ്പേ നമ്മൾ ആരംഭിച്ചു. ഇമാം അല്ലാഹു അക് എന്ന് പറയുമ്പോഴേക്കിന് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയാൻ തുടങ്ങി, അതും ശരിയാവുകയില്ല. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം ഇമാം പൂർണ്ണമായി പറഞ്ഞതിന് ശേഷമേ നമുക്ക് ആരംഭിക്കാൻ പറ്റൂ. അപ്പോൾ അല്ലാഹു അക്ബർ ഇത് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റുള്ളൂ. ഇനി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ടൊരു വിഷയം, തക്ബീറത്തുൽ ഇഹ്റാമിൽ ചില ആളുകൾ വല്ലാതെ നീട്ടും. അതിന് ലഹ്നി എന്നാണ് പറയുക. അപ്പോൾ 3 രൂപത്തിൽ 3 സന്ദർഭങ്ങളിലാണ് നീട്ടലുള്ളത് തക്ബീറിൽ. ഒന്ന്, അല്ലാഹു അക്ബർ, ആ നില്ലോടത്ത് നീട്ടും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? അള്ളാഹു വലിയവനാണോ, അതോടുകൂടി നമസ്കാരം ബാത്തിലാവും. രണ്ടാമത്തൊന്ന്, അല്ലാഹു അക്ബർ, നില്ലോടത്ത് കുറച്ച് നീട്ടുക, അത് അനുവദനീയമാണ്. മൂന്നാമത്തൊന്ന്, അല്ലാഹു അക്ബർ, അക്ബാർ എന്ന് പറഞ്ഞാൽ ചെണ്ടകൾ എന്നാണ്. അപ്പോൾ ഞാൻ ബാക്കി പറയണ്ടല്ലോ, അതും നമസ്കാരത്തെ ബാത്തിലാക്കി കളയും. അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അല്ലാഹു അക്ബർ, ഇതാണ് ശരിയായ രൂപം. അത് ഇമാമിൻ്റെ കൂടെയാണെങ്കിൽ ഇമാം പറഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ പറയേണ്ടത്. അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ അവിടെ കൈകൾ ഉയർത്തിക്കെട്ടണം. കൈകൾ ഉയർത്തിക്കെട്ടൽ സുന്നത്താണ്. അപ്പോൾ കൈകൾ ഉയർത്തുമ്പോൾ എങ്ങനെ ഉയർത്തണം, ഏതുവരെ ഉയർത്തണം, ഇതൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഏതുവരെ ഉയർത്തണം? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖാമ ഫി സ്വലാത്തി റഫഅ യദൈഹി ഹത്താ യകൂനാ ഹദവ മൻകിബൈഹി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ നമസ്കാരത്തിലേക്ക് നിന്നാൽ ഞാൻ റസൂലിനെ കണ്ടത് റസൂൽ തൻ്റെ ചുമല് വരെ കൈകൾ ഉയർത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചുമല് വരെ കൈകൾ ഉയർത്തണം. മറ്റൊരു റിപ്പോർട്ടിൽ മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു പറയാണ്,
അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ കബ്ബറ റഫഅ യദൈഹി ഹത്താ യുഹാദിയ ബിഹിമാ ഉദുനൈഹി. റസൂൽ തക്ബീർ കെട്ടുമ്പോൾ ചെവി വരെ കൈകൾ ഉയർത്തുമായിരുന്നു. ഈ രണ്ട് രൂപങ്ങളാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ചുമല് വരെ കൈകൾ ഉയർത്താം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർത്തിയിട്ട് നമ്മുടെ ചെവി വരെ കൈകൾ ഉയർത്താം. അപ്പോൾ ചില ആൾക്കാരിങ്ങനെ കുറച്ച് പൊക്കും, ചില ആൾക്കാരിങ്ങനെ പിന്നെ കൊണ്ടുപോകും, ചില ആൾക്കാരിങ്ങനെ ഉയർത്തും. ഇതൊന്നും ശരിയായ രൂപങ്ങളല്ല. ശരിയായ രൂപം രണ്ടെണ്ണമാണ്. ഒന്ന് ചുമല് വരെ കൈകൾ ഉയർത്തുക, രണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർത്തി ചെവി വരെ കൈകൾ ഉയർത്തുക. ഇനി ഈ കൈകൾ ഉയർത്തുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ദഖല ഫി സ്വലാത്തി റഫഅ യദൈഹി മദ്ദാ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ കൈകൾ നീട്ടുമായിരുന്നു. അപ്പോൾ കൈകൾ ഇങ്ങനെ നീട്ടിപ്പിടിക്കുമായിരുന്നു. അപ്പോൾ കൈകൾ ഇങ്ങനെ മടക്കി പിടിക്കൽ ശരിയായ രൂപമല്ല. കൈകൾ നീട്ടിപ്പിടിക്കണം, വിരലുകളെല്ലാം കൂട്ടിപ്പിടിക്കണം, അതുപോലെ തന്നെ കൈ വെള്ള കിബിലക്ക് നേരെയായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ 5 കാര്യങ്ങൾ: ഒന്നുകിൽ ചുമല് വരെ കൈകൾ ഉയർത്തുക, അല്ലെങ്കിൽ ചെവി വരെ കൈകൾ ഉയർത്തുക. കൈകൾ ഉയർത്തുമ്പോൾ വിരലുകൾ കൂട്ടിപ്പിടിക്കണം, കൈകൾ നിവർത്തി പിടിക്കണം, കൈ വെള്ള കിബിലക്ക് നേരെയായിരിക്കണം. ഇങ്ങനെ ഉയർത്തിയ കൈകൾ ഇനി എന്ത് ചെയ്യണം? കെട്ടണം. ഉയർത്തിയ കൈകൾ കെട്ടണം. എവിടെ കെട്ടണം? ഇടതിൻ്റെ മുകളിൽ വലത് കെട്ടണം. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നാ മആശിറൽ അംബിയാ, ഞങ്ങൾ അംബിയ സമൂഹങ്ങൾ ഉമിർന, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടത് അന്നല ഐമാനന അലാ ശമാഇലിനാ ഫിസ്സലാത്ത്, നമസ്കാരത്തിൽ ഇടത് കൈയിൻ്റെ മുകളിൽ വലത് കൈ വെക്കാനാണ്. അപ്പോൾ ഇടത് കൈയിൻ്റെ മുകളിൽ വലത് കൈ വെക്കണം. അതാണ് സുന്നത്തിൽ സ്ഥിരപ്പെട്ടത്. ഇടത് കൈയിൻ്റെ എവിടെ വലത്തെ കൈ വെക്കണം? നമ്മുടെ പള്ളിയിൽ ഇപ്പോൾ ഇങ്ങനെ വെക്കുന്ന ആൾക്കാരുണ്ടാവും, ഇങ്ങനെ വെക്കുന്ന ആൾക്കാരുണ്ടാവും, ഒരുപാട് രൂപങ്ങൾ കാണാം. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? 3 രൂപങ്ങളാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഒന്നാമത്തത് വാഇൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ വളഅ യദഹുൽ യുംന, റസൂലുള്ളാഹി തൻ്റെ വലത്തെ കൈ എന്ത് ചെയ്തു? അലാ കഫിഹിൽ യുസ്ര, കഫിൽ വെച്ചു. കഫ് പറഞ്ഞാൽ ഈ കൈപ്പത്തി, ഇടത്തെ കൈൻ്റെ കൈപ്പത്തി. വറുസ്ഗി, റുസ്ഗിലും വെച്ചു. റുസ്ഗ് പറഞ്ഞാൽ ഇവിടെ ഈ ജോയിൻ്റ് ഉണ്ടല്ലോ. വസാഇദി, സായിദിലും വെച്ചു. സായിദ് പറഞ്ഞാൽ ഈ ഭാഗം. അപ്പോൾ ഈ 3 ഭാഗത്തായിട്ട് റസൂലുള്ളാഹി വെച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ വെച്ച കാണില്ല, വെച്ചിട്ട് മുകളിൽ വെച്ചുതരാം. ഇതാ കുറച്ച് ഭാഗം ഈ കൈപ്പത്തിയുടെ കുറച്ച് ഭാഗം ഈ ഇടത്തെ കൈപ്പത്തിയിൽ വരണം, കുറച്ച് ഭാഗം ഈ റുസ്ഗിൽ വരണം, കുറച്ച് ഭാഗം സായിദിൽ വരണം. ഇതാ ഇങ്ങനെ. ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതാണ് ഒരു രൂപം. രണ്ടാമത്തെ രൂപം സഹൽ ഇബ്നു സഅദ് അസ്-സാഇദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, കാന നാസു യുഅ്മറൂന അയ്യല അർറജുലു യദുൽ യുംന അലാ ദിറാഇഹിൽ യുസ്ര ഫി സ്വലാത്ത്. നമസ്കാരത്തിൽ ഒരാൾ തൻ്റെ വലത്തെ കൈ ഇടത്തെ കൈയിൻ്റെ ദിറാഇൽ വെക്കുവാൻ ജനങ്ങൾ കൽപ്പിക്കപ്പെട്ടിരുന്നു. ദിറാ എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്, ഈ ഭാഗത്തിനാണ് ദിറാ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുക. ഇതാണ് രണ്ടാമത്തെ രൂപം. ഇനി മൂന്നാമത്തെ രൂപം ഇമാം നസായി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖബ്ളാണ്. കാന ഇദാ ഖായിമൻ, റസൂൽ നമസ്കാരത്തിലേക്ക് നിന്നാൽ ഖബല ബിയമീനിഹി അലാ ശിമാലിഹി, വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയിൽ പിടിക്കുമായിരുന്നു. അപ്പം ഖബൽ ചെയ്യാറിനാൽ ഇങ്ങനെ വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയിൽ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുന്ന രൂപം. ഇങ്ങനെ 3 രൂപങ്ങളാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, ഈ 3 ഭാഗത്തായിട്ട് വരുന്ന രൂപത്തിൽ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുക. രണ്ടാമത്തത് ഇവിടെ ദിറായിൽ ഇവിടെ വെക്കുക. മൂന്നാമത്തത് ഇങ്ങനെ ഖബൽ ചെയ്യാം. ഇത് 3ഉമാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കൈകൾ ഉയർത്തി ഇടത്തെ കൈയിൻ്റെ മുകളിൽ വലത്തെ കൈ വെച്ചു. ഇനി ഈ കൈകൾ ശരീരത്തിൻ്റെ എവിടെ വെക്കണം? വയറിൽ വെക്കണോ? നെഞ്ചിൽ വെക്കണോ? പൊക്കിളിൽ വെക്കണോ? എവിടെ വെക്കണം? ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ കാണാൻ പറ്റും. പക്ഷെ എല്ലാ ഹദീസുകളും ദുർബലാണ്. ആ വിഷയത്തിൽ സ്വഹീഹായി വന്ന ഹസൻ എന്ന ദർജയിൽ വന്ന ഒരു ഹദീസ് വാഇൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. അതിൽ
അദ്ദേഹം പറയുന്നത് സ്വല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലിൻ്റെ കൂടെ നമസ്കരിച്ചു. വവളഅ യദഹുൽ യുംനാ അലാ യദിഹിൽ യുസ്ര, റസൂൽ വലത്തെ കൈ ഇടത്തെ കൈയിൻ്റെ മുകളിൽ വെച്ചു. അലാ സുദ്രിഹി, റസൂൽ തൻ്റെ സുദ്റിൽ വെച്ചു. സുദ്ർ എന്ന് പറഞ്ഞാൽ നെഞ്ച്. നെഹ്റും ഉണ്ട്, സുദ്റും ഉണ്ട്. നെഹർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിനാണ് നെഹർ എന്ന് പറയാം. നെഹർ പറഞ്ഞാൽ ഈ ഭാഗത്തിനാണ്. സുദ്ർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം, ഈ നെഞ്ചിൻ്റെയും നമ്മുടെ വയറിൻ്റെയും ഇടയിലുള്ള ഭാഗത്തിനാണ് സുദ്ർ എന്ന് പറയാം. അപ്പോൾ നമ്മളിങ്ങനെ കയറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരുപാട് താഴ്ത്തി വെക്കാൻ പറ്റുമോ? അതുമില്ല. നമ്മൾ ഈ ഹൃദയമൊക്കെ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ പോക്കറ്റൊക്കെ വരുന്ന ഈ ഭാഗം, ആ ഭാഗത്തായിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ചില ആളുകൾ കാണാം സ്വദർ എന്ന് പറയുമ്പോൾ അത് നെഞ്ചാണല്ലോ, അപ്പോൾ ഹൃദയം ഇവിടെയാണല്ലോ, അപ്പോൾ ഇങ്ങോട്ട് നീക്കി വെക്കണതാണ്. അതും തെറ്റായ രൂപമാണ്. നമ്മൾ ഇവിടെയാണ് വെക്കേണ്ടത്, നടുവിലായിട്ട് ഈ സ്വദറിന് നേരെയുള്ള ഭാഗത്താണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൈകൾ ചുമലിന് നേരെ ഉയർത്തി അത് നമ്മൾ നെഞ്ചിലായിക്കൊണ്ട് വെച്ചു. ഇത്രയുമാണ് തക്ബീറത്തുൽ ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. ഇനി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി കൈകളൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നേരെ ദുആഉൽ ഇസ്തിഫ്താഹ് നമ്മൾ ചെല്ലണം, അഥവാ പ്രാരംഭ പ്രാർത്ഥന. അത് സുന്നത്താണ്. പ്രാരംഭ പ്രാർത്ഥന ചെല്ലൽ സുന്നത്താണ്. സാധാരണ ആളുകൾ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർള ഹനീഫ മുസ്ലിമൻ എന്ന പ്രാരംഭ പ്രാർത്ഥനയാണ് ചൊല്ലാറുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരുപാട് പ്രാരംഭ പ്രാർത്ഥനകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതിൽ വജ്ജഹ്തു വജ്ഹിയേക്കാൾ അർത്ഥവത്തായ ശ്രേഷ്ഠതയുള്ള വേറെ ദുആ ഇസ്തിഫ്താഹുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചിട്ട് 2-3 പഠിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മാറി മാറി ചെല്ലണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്ന മറ്റൊരു ദുആ ഇസ്തിഫ്താഹാണ് അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഇതൊരു സ്വഹാബിയാണ് ചെല്ലണത്. ഒരു സ്വഹാബി ദുആ ഇസ്തിഫ്താഹ് ചെല്ലിയപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ആരാണ് ഇങ്ങനെ ചെല്ലിയത്? ഒരു സ്വഹാബി പറഞ്ഞു, റസൂലേ ഞാനാ ചെല്ലിയത്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ലഖദ് റഅയ്തു 12 മലക്കൻ യബ്തദിറൂനഹ അയ്യുഹും യർഫഉഹ. ഞാൻ 12ഓളം മലക്കുകളെ കണ്ടു. അവർ മത്സരിക്കരുത്, ആരാണ് ഈ നന്മ ആദ്യം ഉയർത്തുക, ആരാണ് ഈ നന്മ ആദ്യം ഉയർത്തുക എന്ന വിഷയത്തിൽ അവർ മത്സരിച്ചു. അപ്പോൾ എത്ര മഹത്വമുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ മറ്റൊരു ദുആ ഇസ്തിഫ്താഹാണ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. വളരെ ലളിതാണ്. ഇത് ചൊല്ലിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അജിബ്തു ലഹ, എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഫുത്തിഹത്ത് ലഹ അബ്വാബുസ് സമാ, ആകാശത്തിൻ്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെട്ടു. അത്രയും മഹത്വമുള്ള ദുആ ഇസ്തിഫ്താഹാണ്. അതുപോലെ മറ്റൊന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ഇതൊക്കെ ലളിതമായ ദുആ ഇസ്തിഫ്താഹുകളാണ്. അതുപോലെ പിന്നെ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി അല്ലാഹുമ്മ നഖ്നി മിനൽ ഖത്വായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബീദു മിനദ് ദനസ് അല്ലാഹുമ്മ ഗ്സിൽ ഖത്വായായ ബിൽ മാഇ വസ്സൽജി വൽ ബർദി. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഫാത്തിറ സമാവാതി വൽ അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വ മീകായീല വ ഇസ്രാഫീല ഫാത്തിറ സമാവാതി വൽ അർദ് ആലിമുൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഇഖ്തലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇതൊക്കെ ദുആ ഇസ്തിഫ്താഹുകളാണ്. അപ്പോൾ ഇതിൽ 2-3 നമ്മൾ പഠിച്ചിട്ട് ഓരോ നമസ്കാരത്തിലും മാറി മാറി നമ്മൾ ചെല്ലുമ്പോൾ നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കാൻ കാരണമായി തീരും. ദുആ ഇസ്തിഫ്താഹ് കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ഫാത്തിഹ ചൊല്ലണം. സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൻ്റെ റുക്കിനാണ്. ഒരാൾ ഫാത്തിഹ ചൊല്ലിയിട്ടില്ല എങ്കിൽ അവൻ്റെ നമസ്കാരം ബാത്തിലാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല. ഫാത്തിഹയിൽ ഒരു ശബ്ദ നഷ്ടപ്പെട്ടാൽ പോലും, ഒരു മദ് നഷ്ടപ്പെട്ടാൽ പോലും നമസ്കാരം ബാത്തിലാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരാൾ ഓതുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ബാഇൻ്റെ ശബ്ദ നഷ്ടപ്പെടുത്തിയാൽ അവന് നമസ്കാരം ബാത്തിലാവും. അർറഹ്മാനിർ റഹീം, അർറഹ്മാനിർ റഹീം, അർറഹ്മാനി ശബ്ദ നഷ്ടപ്പെടുത്തി ബാത്തിയാവും. സിറാത്തുല്ലദീന അൻഅംതു അലൈഹിം, അൻഅംത എന്നതിന് പകരം അൻഅംതു, ഫത്തഹിന് പകരം ലൊമ്മ കൊടുത്തു, നമസ്കാരം ബാത്തിലാവും, ആ റക്അത്ത് ബാത്തിലാവും. അപ്പോൾ ഫാത്തിഹ റുക്കിനാണ്, അത് ഗൗരവത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇനി ഫാത്തിഹ ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുമ്പോൾ മഅ്മൂം ഓതണോ? അതൊരു വിശാലമായ അഭിപ്രായ വ്യത്യാസമുള്ള മേഖലയാണ്.
ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുമ്പോൾ മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതുണ്ടോ? ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ് ഇമാമിൻ്റെ കൂടെയാണെങ്കിലും മഅ്മൂം ഫാത്തിഹ ഓതണം. ഇപ്പോൾ രണ്ട് രൂപത്തിലുള്ള നമസ്കാരങ്ങളുണ്ട്. ഒന്ന് രഹസ്യമായ നമസ്കാരം, രണ്ട് പരസ്യമായ നമസ്കാരം. രഹസ്യമായ നമസ്കാരം എന്ന് പറഞ്ഞാൽ മെല്ലെ ഓതുന്ന നിസ്കാരങ്ങൾ, ളുഹറും അസറും. പരസ്യമായ നിസ്കാരം ഉറക്കം ഓതുന്ന നിസ്കാരങ്ങൾ, സുബഹും മഗ്രിബും ഇശാവും. അപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഈ 5 വക്തിലും മഅ്മൂം ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ പറഞ്ഞ അഭിപ്രായം ഈ അഭിപ്രായമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ പിന്നുന്ന സ്വഹാബാക്കൾ ഇങ്ങനെ ഓതുകയാണ്, സൂറത്ത് ഓതുക റസൂലിൻ്റെ കൂടെ. അപ്പോൾ റസൂൽ ചോദിച്ചു, ലഅല്ലക്കും തഖറഊന ഖൽഫ ഇമാമിക്കും, നിങ്ങൾ ഇമാമിൻ്റെ കൂടെ ഓതുന്നുണ്ടോ? അപ്പോൾ സ്വഹാബത്തിന് അതെ ഞങ്ങൾ ഓതുന്നുണ്ട്. അപ്പോൾ റസൂൽ പറഞ്ഞു, ലാ തഫ്അലു, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്, ഇല്ലാ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഒഴികെ. ഫഇന്നഹു ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഹാ, കാരണം ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, മൻ സ്വല്ലാ സ്വലാത്തൻ, ഒരാൾ നമസ്കരിച്ചു, ലം യഖ്റ ഫിഹാ ബി ഉമ്മിൽ ഖുർആൻ, അതിൽ ഫാത്തിഹ ഓതിയിട്ടില്ല എങ്കിൽ ഫഹിയ ഖിദാജുൻ, ആ നമസ്കാരം അപൂർണമാണ്. അപ്പോൾ ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു താബിഈകൾക്ക് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ താബിഈകൾ ചോദിക്കുകയാണ്, ഇന്നാ നകൂനു വറാഇൽ ഇമാം, അബൂ ഹുറൈറ ഞങ്ങൾ ഇമാമിൻ്റെ പിന്നിലല്ലേ, പിന്നെ ഞങ്ങളെങ്ങനെ ഫാത്തിഹ ഓതും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഇഖ്റ ബിഹാ ഫീ നഫ്സിക, നിൻ്റെ മനസ്സിൽ നീ ഓതിക്കോ, അപ്പോൾ മനസ്സിലും എല്ലാം ഓതിയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായ പ്രകാരം ഫാത്തിഹ മഅ്മൂം 5 വക്തിലും ഓതൽ നിർബന്ധമാണ്. രണ്ടാമത്തെ ഒരു അഭിപ്രായം ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, സ്വഹാബാക്കൾ പറഞ്ഞു, ഇമാം 5 വക്തിലും ഫാത്തിഹ ഓതണ്ട. മഅ്മൂം, ഇമാമല്ല മഅ്മൂം 5 വക്തിലും ഫാത്തിഹ ഓതേണ്ടതില്ല. അപ്പോൾ എന്താണ് തെളിവ്? അവർ പറഞ്ഞു, മൻ കാന ലഹു ഇമാമുൻ ഫഖിറാഅത്തുൽ ഇമാമി ലഹു ഖിറാഅ, ആർക്കെങ്കിലും ഒരു ഇമാം ഉണ്ടെങ്കിൽ ഇമാമിൻ്റെ ഖിറാഅത്ത് മഅ്മൂമിൻ്റെ കൂടിയാണ്. മഅ്മൂം അവസാനം ആമീൻ പറഞ്ഞു കൊടുത്താൽ ഇമാമിൻ്റെ ഖിറാഅത്ത് മതിയാകുന്നതാണ്. അതുകൊണ്ട് 5 വക്തിലും മഅ്മൂം മിണ്ടാതിരുന്നാൽ മതി എന്നാണ് അവരുടെ അഭിപ്രായം. മൂന്നാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, രഹസ്യമായ നിസ്കാരത്തിൽ ളുഹർ അസ്ർ അതിലൊന്നും നമ്മൾ ഇമാമിൻ്റെ ഫാത്തിഹ കേൾക്കണില്ലല്ലോ, അതിൽ നമ്മൾ ഫാത്തിഹ ഓതണം. എന്നാൽ പരസ്യമായ ഇമാമിൻ്റെ ഫാത്തിഹ കേൾക്കുന്ന അവസ്ഥയിൽ മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതില്ല. അതിനവർ തെളിവ് പറഞ്ഞത് ഖുർആനിലെ ആയത്താണ്. അല്ലാഹ് പറഞ്ഞ, ഫഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ, ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, മിണ്ടാതിരിക്കണം. അപ്പോൾ ഇമാം ഫാത്തിഹ ഓതുമ്പോൾ മഅ്മൂം ശ്രദ്ധിച്ച് കേൾക്കണം, മിണ്ടാതിരിക്കണം. ഇനി ഇമാമിൻ്റെ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ ഇമാം ഓത സൂറത്താണ്, അതും ഖുർആനാണ്, അപ്പോൾ അതും ശ്രദ്ധിച്ച് കേൾക്കണം, അപ്പോഴും മിണ്ടാതിരിക്കണം. അപ്പോൾ മഅ്മൂമിന് ഫാത്തിഹ ഓതാൻ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് രഹസ്യമായ നിസ്കാരങ്ങളിൽ ഫാത്തിഹ ഓതണം, പരസ്യമായതിൽ ഓതണ്ട. ഇങ്ങനെയാണ് മൂന്നാമത്തെ ഒരു അഭിപ്രായം. ആയിഷ റളിയല്ലാഹു അൻഹ, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബാക്കളൊക്കെ പറഞ്ഞ അഭിപ്രായം ഈ അഭിപ്രായമാണ്. അല്ലാഹു അഅലം. നമുക്ക് കൂടുതൽ ശരിയായിട്ട് മനസ്സിലാവുന്നത് 5 വക്തിലും ഇമാം ഫാത്തിഹ ഓതുമ്പോൾ മഅ്മൂമും ഫാത്തിഹ ഓതണം എന്നതാണ്. ഇമാമിൻ്റെ പിന്നിൽ മഅ്മൂമും ഫാത്തിഹ ഓതണം എന്നതാണ് പ്രബലമായി മനസ്സിലാവുന്നത്. അല്ലാഹു അഅലം. എന്നാൽ ഒരു വിഭാഗം ഒരുപാട് പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയ അഭിപ്രായം മൂന്നാമത്തെ അഭിപ്രായമാണ്. ഏത്? രഹസ്യമായ നിസ്കാരങ്ങളിൽ ഓതണം, പരസ്യമായതിൽ ഓതണ്ട. അതും പ്രബലപ്പെടുത്തിയ പണ്ഡിതന്മാരെ കാണാം. പക്ഷെ കൂടുതൽ ശരിയോടടുത്ത് സൂക്ഷ്മതക്ക് നല്ലത് തോന്നുന്നത് 5 വക്തിലും മഅ്മൂം ഫാത്തിഹ ഓതുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് പിന്നെ മഅ്മൂം ഫാത്തിഹ ഓതുക? അപ്പോൾ ഇമാമിൻ്റെ ഫാത്തിഹ മഅ്മൂം ശ്രദ്ധിച്ച് കേൾക്കുക. ഇമാം ഫാത്തിഹ ഓതി ആമീൻ പറഞ്ഞ് സൂറത്ത് ഓതുമ്പോൾ മഅ്മൂം ഫാത്തിഹ ഓതുക. അല്ലാഹു അഅലം. ഇനി വലല്ലാലീൻ ആമീൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൂറത്ത് ആരംഭിക്കണം. സൂറത്ത് ഓതൽ സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ഖറഅ ബി ഉമ്മിൽ ഖുർആൻ ഫഖദ് അജ്സഅത് അൻഹു, ഒരാൾ ഫാത്തിഹ ഓതിയാൽ അത് മതിയാകുന്നതാണ്. എന്നാൽ ഫമൻ സാദ ഫഹുവ അഫ്ളൽ, അതിനേക്കാൾ ഒരാൾ ഓതിയാൽ അത് ഉത്തമമാണ്. അപ്പോൾ സൂറത്ത് ഓതൽ സുന്നത്താണ്. അപ്പോൾ സൂറത്ത് പൂർണ്ണമായി ഓതുക അല്ലെങ്കിൽ പകുതി ഓതലൊക്കെ നമ്മൾ ചെയ്യേണ്ട സുന്നത്താണ്. സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴിയുമെങ്കിൽ ഒരു റക്അത്തിൽ പൂർണ്ണമായി ഒരു സൂറത്ത് ഓതലാണ്.
രണ്ടാമത്തെ റക്അത്തിൽ പൂർണ്ണമായി വേറെ സൂറത്ത് ഓതൽ. അത് കഴിയില്ല എങ്കിൽ രണ്ടാമത്തെ താഴ്ന്ന ദറജ ഒരു സൂറത്തിനെ 2 കഷ്ണാക്കിയിട്ട് ഓതുക. ഒന്നാമത്തെ റക്അത്തിൽ കുറച്ച് ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ കുറച്ച് ഓതുക. അതും കഴിയുന്നില്ല എങ്കിൽ ഒരു സൂറത്തിൻ്റെ ഏതെങ്കിലും ഭാഗം ഒരു റക്അത്തിൽ ഓതുക, അടുത്ത സൂറത്തിൻ്റെ ഒരു ഭാഗം ഏതെങ്കിലും റക്അത്തിൽ ഓതുക. ഇതാണ് അതിൻ്റെ ഒരു ദറജ. അങ്ങനെ സൂറത്തും ഓതിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത റുക്കു ആണ്. റുക്കു ചെയ്യൽ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കു ചെയ്യുമ്പോൾ അവിടെ നമുക്ക് മാതൃക കാണാൻ പറ്റുന്നത് റുക്കുയിലേക്ക് പോകുമ്പോൾ തക്ബീറത്തുൽ ഇന്തിഖാൽ ചൊല്ലണം എന്നുള്ളതാണ്. തക്ബീറത്തുൽ ഇന്തിഖാൽ ചൊല്ലണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാം, അന്ന ഇബ്നു ഉമർ കാന ഇദാ ദഖല ഫി സ്വലാത്തി കബ്ബറ വ ഇദാ റകഅ കബ്ബറ. അദ്ദേഹം റുക്കുയിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലുമായിരുന്നു. ഇവിടെ ഒരുപാട് ആളുകൾക്ക് തെറ്റ് സംഭവിക്കുന്നൊരു മേഖലയാണ്. ഈ തക്ബീറിന് തക്ബീറത്തുൽ ഇന്തിഖാൽ എന്നാണ് പറയുക. ഇത് വാജിബാണ്. നമസ്കാരത്തിൻ്റെ 8 വാജിബുകളിൽപ്പെട്ട ഒന്നാണ് ഈ തക്ബീർ ചെല്ലൽ. റുക്കുയിലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ ചെല്ലൽ തക്ബീറത്തുൽ ഇന്തിഖാൽ എന്നതിനെ പറയും. അത് ഒരുപാട് ആളുകൾ മനസ്സിലാണ് ചെല്ലൽ. മനസ്സിൽ ചെല്ലിയാൽ അത് ശരിയാവുകയില്ല. നമസ്കാരത്തിലെ എല്ലാ ദിക്റുകളും ചുണ്ടനക്കിയിട്ട് തന്നെ ചെല്ലണം. നമുക്ക് ശബ്ദം കേൾക്കണമെന്നില്ല, പക്ഷേ ചുണ്ടുകൾ അനക്കണം. മനസ്സിൽ ചെല്ലിയാൽ പോരാ. ചില മഅ്മൂമിങ്ങളത് ചെല്ലുന്നേയല്ല. ഇമാമ് ചെല്ലുന്നുണ്ടല്ലോ വിചാരിച്ച് അത് ചെല്ലുന്നേയല്ല. ആ മഅ്മൂമിൻ്റെ നമസ്കാരം തന്നെ ബാത്തിലാവും. ഇപ്പോൾ തക്ബീറത്തുൽ ഇന്തിഖാൽ ചെല്ലൽ നിർബന്ധമാണ്, കാരണം വാജിബാണ്. ഇനി അവിടെ തെറ്റ് സംഭവിക്കുന്ന ഞാൻ പറഞ്ഞത് തക്ബീറത്തുൽ ഇന്തിഖാൽ എപ്പോൾ ചെല്ലണം എന്നുള്ളിടത്താണ്. എപ്പോൾ ചെല്ലണം, അതിന് 5ഓളം രൂപങ്ങൾ അതിലുണ്ട്. ഒന്നാമത്തത് നമ്മൾ സൂറത്ത് ഓതി മിനൽ ജിന്നത്തി വന്നാസ് അല്ലാഹു അക്ബർ എന്നിട്ട് റുക്കുക്കുക. ഖിയാമിൽ നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു എന്നിട്ട് റുക്കുയിലേക്ക് പോവുക. രണ്ടാമത്തെ രൂപം നമ്മൾ മിനൽ ജിന്നത്തി വന്നാസ് റുക്കുയിലേക്ക് പോയി എന്നിട്ട് അല്ലാഹു അക്ബർ പറയാം. റുക്കുയിൽ നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയാം. ഈ 2 രൂപവും നമസ്കാരത്തെ ബാത്തിലാക്കി കളയും. ഈ 2 രൂപവും നമസ്കാരത്തെ ബാത്തിലാക്കി കളയും. മൂന്നാമത്തെ രൂപം ഖിയാമിൽ നിന്നുകൊണ്ട് തക്ബീർ ആരംഭിക്കുക, അല്ലാഹു അക്ബർ, എന്നിട്ട് നമ്മൾ പോകുമ്പോൾ അല്ലാഹു അക്ബർ പൂർത്തിയാക്കുക. അതും ശരിയായ രൂപമല്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു അതും നമസ്കാരത്തെ ബാത്തിലാക്കി കളയും. നാലാമത്തെ രൂപം നമ്മൾ ഖിയാമെന്ന് വിട്ടു എന്നിട്ടാണ് അല്ലാഹു അക്ബർ ആരംഭിച്ചത്, റുക്കൂക്ക് എത്തിയിട്ടാണ് തീർന്നത്. അതും ശരിയല്ല. ഇനി 5ാമത്തെ രൂപം, അതാണ് ശരിയായ രൂപം. ഖിയാമിൽ നിന്ന് വിട്ടു എന്നിട്ട് അല്ലാഹു അക്ബർ തുടങ്ങണം. റുക്കൂയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ അല്ലാഹു അക്ബർ അവസാനിപ്പിക്കുകയും വേണം. കാരണം അല്ലാഹു അക്ബർ ഖിയാമിലല്ലല്ലോ ചെല്ലാൻ. ഖിയാമിൽ ദുആ ഇസ്തിഫ്താഹും ഫാത്തിഹയും സൂറത്തുമാണ്. റുക്കൂയിൽ ചെല്ലാനുള്ളത് സുബ്ഹാന റബ്ബിൽ അസീം, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിഹിന്റെ പ്രാർത്ഥനകളാണ്. അല്ലാഹു അക്ബർ അവിടെയില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ സ്ഥാനം ഖിയാമിൻ്റെയും റുക്കൂവിൻ്റെയും ഇടയിലാണ്. അപ്പോൾ ഖിയാമെന്ന് വിട്ടതിന് ശേഷം തുടങ്ങണം, റുക്കൂയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ അവസാനിക്കണം. ഇത് റുക്കൂയിലേക്ക് പോകുമ്പോൾ മാത്രമല്ല, എല്ലായിടത്തും. ഇനി നമ്മൾ എഴുത്താലിക്ക് വരുമ്പോൾ സമീ അല്ലാഹു ലിമൻ ഹമിദ പറയണമല്ലോ, അത് റുക്കൂന്ന് വിട്ടതിന് ശേഷം തുടങ്ങണം, എഴുത്താലിക്ക് എത്തുന്നതിൻ്റെ മുമ്പ് അവസാനിക്കണം. സുജൂദുക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ. ഖിയാമെന്ന് പോയതിന് ശേഷം തുടങ്ങണം, സുജൂദുക്ക് എത്തുന്നതിൻ്റെ മുമ്പ് അവസാനിക്കണം. ഇതാണ് തക്ബീർ ഇന്തിഖാലിൻ്റെ രൂപം. പക്ഷേ ഒരുപാട് ആളുകൾ അല്ലാഹു അക്ബർ നീട്ടി പറയുന്നത് കൊണ്ട് ആ ടൂണ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവർ സുജൂദിലെത്തിയാലും അവർ അല്ലാഹു അക്ബർ തീരാറില്ല. പക്ഷെ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരുപാട് പണ്ഡിതന്മാർ നമസ്കാരം ബാത്തിലായി പോകുമെന്ന് പറഞ്ഞ ഒരു മേഖലയാണ്. അങ്ങനെ നമ്മൾ റുക്കൂയിലേക്ക് എത്തിയാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, റുക്കൂയിൽ റസൂൽ എങ്ങനെയായിരുന്നു, വകാന ഇദാ റകഅ ലം യശ്ഖിസ് റഅസഹു വലം യുസവ്വിബുഹു വലാകിൻ ബൈന ദാലിക. റസൂൽ നല്ലോണം തല താഴ്ത്തൂല്ല, നല്ലോണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുനിയാതിരിക്കില്ല, അതിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ തലയും മുതുകൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വരുന്ന രൂപത്തിൽ വെക്കുമായിരുന്നു. ഹദീസിൽ കാണാം, ഹത്താ ലൗ സുബ്ബ അലൈഹി മാഉ ലസ്തഖറ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് വെള്ളം, ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഇളകാതെ നിൽക്കും. അങ്ങനെ മുതുകും തലയും നേരെ ഒരേ രൂപത്തിലാക്കി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കുമായിരുന്നു. അപ്പോൾ നല്ലോണം കുനിയാനും പാടില്ല, തീരെ കുനിയാതിരിക്കാനും പാടില്ല, അതിൻ്റെ നടുവിലത്തെ രൂപത്തിലായിരിക്കണം. അതുപോലെ കൈകൾ എവിടെ വെക്കണം,
വകാന ഇദാ റകഅ അംകന യദൈഹി മിൻ റുക്ബതൈഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്ബത്തിൽ കൈകൾ വെക്കുമായിരുന്നു. റുക്ബത്ത് പറഞ്ഞാൽ കാൽമുട്ട്. അപ്പോൾ കാൽമുട്ടിലാണ് കൈകൾ വെക്കേണ്ടത്. റുക്കൂയിലേക്ക് പോകുമ്പോൾ കാൽമുട്ടിലാണ് കൈകൾ വെക്കേണ്ടത്. കാൽമുട്ടിൽ തന്നെ എങ്ങനെ വെക്കണം? ഫറജ ബൈന അസ്വാബിഇഹി മിൻ വറാഇ റുക്ബതൈഹി. വിരലുകളെല്ലാം വിടർത്തി പിടിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തിയപ്പോൾ വിരലുകൾ കൂട്ടിപ്പിടിച്ചു. എന്നാൽ റുക്കൂയിൽ വിരലുകൾ വിടർത്തി പിടിക്കണം, കൂട്ടിപ്പിടിക്കാൻ പാടില്ല. മുട്ടുമങ്ങനെ പിടിക്കണ പോലെ ആവണം. ഹത്തസ്തഖറ കുല്ല ശൈഇൻ മിൻഹു എന്നാണ് ഹദീസിൽ. അഥവാ എല്ലാം അങ്ങനെ റസൂലിൻ്റെ മുട്ടുമ ഉറച്ചു നിൽക്കുമായിരുന്നു. അപ്പം അങ്ങനെ മുട്ടുമ എന്ത് ചെയ്യണം? ഇങ്ങനെ പിടിക്കണം. അതുപോലെ കൈകൾ ഫജാഫാ യദൈഹി, കൈകൾ ശരീരത്തിൽ നിന്ന് വിട്ടുപിടിക്കണം. കൈകൾ ശരീരത്തിൽ നിന്ന് കൈകൾ ഇങ്ങനെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന രൂപമല്ല, കൈകൾ ഇങ്ങനെ വിട്ടുപിടിക്കുന്ന രൂപമായിരിക്കണം. അങ്ങനെയാണ് റുക്കൂ ചെയ്യേണ്ടത്. അപ്പോൾ റുക്കൂയിൽ നമ്മൾ എന്താ പറഞ്ഞത്? തലയും മുതുകും നേരെയാക്കണം, കാൽമുട്ടിൽ വിരലുകൾ വെക്കണം, കാൽമുട്ടിൽ ഇങ്ങനെ കൈകൾ വിടർത്തി ഇങ്ങനെ പിടിക്കുന്ന രൂപത്തിലാണ് കൈ വെക്കേണ്ടത്. അതുപോലെ തന്നെ കൈകൾ ശരീരത്തിൽ നിന്നും വിടർത്തി വെക്കുന്ന രൂപമായിരിക്കണം. റുക്കൂയിൽ ചെല്ലാൻ ഒരുപാട് പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർ-റൂഹ്, അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅ ലക സമഈ വബസ്വരി വമുഖി വഅളമി വഅസ്ബി സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അളമത്തി. ഇതൊക്കെ റുക്കൂയിൽ ചെല്ലാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളാണ്. അപ്പോൾ സുബ്ഹാന റബ്ബിയൽ അളീം എന്നത് ഒരു തവണയെങ്കിലും പറയണം. ഒരു തവണയെങ്കിലും സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറയാം. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പ്രാർത്ഥനകൾ ഏതും നമുക്ക് ചെല്ലാവുന്നതാണ്. റുക്കൂവിന് ശേഷം എഴുത്തിദാൽ. എഴുത്തിദാലിലേക്ക് ഉയരുന്ന സമയത്ത് ഇമാം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ആളും സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. ഇമാമും ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ആളും സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. അപ്പം മഅ്മൂം എന്താണ് പറയേണ്ടത്? മഅ്മൂം സമി അല്ലാഹു ലിമൻ ഹമിദ എന്നല്ല പറയേണ്ടത്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു മഅ്മൂം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്നാൽ പ്രബലമായ അഭിപ്രായം രണ്ടാമതൊരു വിഭാഗം പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ റബ്ബനാ ലക്കൽ ഹംദ് എന്നാണ് മഅ്മൂം പറയേണ്ടത്. അപ്പോൾ ഈ റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ റബ്ബനാ ലക്കൽ ഹംദ്. കാരണം ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നു ഇന്നമാ ജുഇലൽ ഇമാമു ലിയുത്തമ്മ ബിഹി, ഇമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത് ഇമാമിനെ പിൻപറ്റാൻ വേണ്ടിയാണ്. ഫഇദാ കബ്ബറ ഫകബ്ബിറു, ഇമാം തക്ബീർ കെട്ടി നിങ്ങളും തക്ബീർ കെട്ടുക. അതുപോലെ തന്നെ ഇമാമ് ഓതിയാൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. ഇമാം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലിൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയുക. ഇമാം റുക്കൂ ചെയ്താൽ നിങ്ങൾ റുക്കൂ ചെയ്യുക. ഇദാ ഖാല സമിഅല്ലാഹു ലിമൻ ഹമിദ, ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു റബ്ബനാ ലക്കൽ ഹംദ്, നിങ്ങൾ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് മഅ്മൂമിങ്ങൾ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയണം എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുക. അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, കൈകൾ ഉയർത്തണം. അപ്പോൾ കൈകൾ ഉയർത്തുമ്പോൾ റുക്കൂയിലേക്ക് പോകുമ്പോഴും കൈകൾ ഉയർത്തണം, റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴും കൈകൾ ഉയർത്തണം. കൈകൾ ഉയർത്തുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കൈവെള്ള കിബിലേക്ക് നേരെയായിരിക്കണം, വിരലുകൾ കൂട്ടിപ്പിടിക്കണം, കൈകൾ നിവർത്തി പിടിക്കണം, ചുമലിന് നേരെയാണ് ഉയർത്തേണ്ടത്. ഇതൊക്കെ ഈ സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം. അതിന് എഴുത്തിദാലിൽ എത്തിക്കഴിഞ്ഞാൽ കൈകൾ കെട്ടണോ കൈകൾ താഴ്ത്തിയിടണോ? ചില പണ്ഡിതന്മാർ പറഞ്ഞു കൈകൾ കെട്ടണം, ചില പണ്ഡിതന്മാർ പറഞ്ഞു കൈകൾ താഴ്ത്തിയിടണം. അപ്പോൾ കൈകൾ താഴ്ത്തിയിടണം എന്ന് പറഞ്ഞവർ അതിന് കാരണം പറഞ്ഞത് കൈകൾ കെട്ടണം എന്നതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല എന്നാണ്. കൈകൾ കെട്ടണം എന്ന് പറഞ്ഞവർ തെളിവ് പറഞ്ഞത് നമസ്കാരത്തിൽ 4 സന്ദർഭമേ ആകുള്ളൂ. 1 ഖിയാം നിർത്താണ്, 2 റുക്കൂആണ്, 3 സുജൂദാണ്, 4 ഇരുത്താണ്. ഈ 4 അവസ്ഥകളെ നമസ്കാരത്തിലുള്ളൂ. ഇപ്പോൾ ഖിയാം, റുക്കൂവിന് മുമ്പുള്ള ഖിയാം നമ്മൾ ഫാത്തിഹയും സൂറത്തൊക്കെ ഓതിയില്ലേ, ആ ഖിയാമിൽ നമ്മൾ എങ്ങനെ നിന്നത്? കൈകൾ കെട്ടിയിട്ടാണ്. അതുകൊണ്ട് റുക്കൂവിന് ശേഷമുള്ള ഖിയാമിലും കൈകൾ കെട്ടിയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. അതുകൊണ്ട് കൈകൾ കെട്ടണം. അല്ലാഹു അഅലം പ്രബലമായി നമുക്ക് മനസ്സിലാവുന്ന അഭിപ്രായം കൈകൾ കെട്ടലാണ് ശരിയായ രൂപം. ഒരുപാട് പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയത് ആ അഭിപ്രായമാണ്. എഴുത്തിദാലിൽ കൈകൾ കെട്ടലാണ് ഏറ്റവും പ്രബലമായ
അഭിപ്രായം. അല്ലാഹു അഅലം. ഇഅ്തിദാലിൽ നമുക്ക് ചെല്ലാൻ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദു മിൽഉസ് സമാവാതി വമിൽഉൽ അർളി വമിൽഉ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദു. അതേപോലെ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദു മിൽഉസ് സമാവാതി വമിൽഉൽ അർളി വമിൽഉ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദു അഹ്ല സനാഇ വൽ മജ്ദി ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ഇഅ്തിദാലിലും കാണാം. ശരി, ഇഅ്തിദാലിന് ശേഷം പിന്നീട് സുജൂദിലേക്ക് പോകണം. സുജൂദിലേക്ക് പോകുമ്പോൾ അവിടെയുള്ളൊരു മസ്അല, ആദ്യം കൈകൾ കുത്തണോ കാലുകൾ കുത്തണോ? കൈകൾ ആണോ സുജൂദിൽ ആദ്യം പതിക്കേണ്ടത്, അതല്ല കാലുകളാണോ പതിക്കേണ്ടത്? അത് പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. നമ്മൾ പറയണത് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? പണ്ഡിതന്മാർക്കിടയിൽ ഒരു വലിയ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു കൈകളാണ് ആദ്യം കുത്തേണ്ടത്, ചില പണ്ഡിതന്മാർ പറഞ്ഞു കാലുകളാണ് ആദ്യം വെക്കേണ്ടത്. അപ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസം വരാനുള്ളൊരു കാരണം, ഒരു ഹദീസിൽ വാഇൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, വാഇൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സജദ, ഞാൻ റസൂലിനെ കണ്ടു, റസൂൽ സുജൂദ് ചെയ്തപ്പോൾ യളഉ റുക്ബതൈഹി ഖബ്ല യദൈഹി, റസൂൽ തൻ്റെ കൈകൾ വെക്കുന്നതിന് മുമ്പേ കാൽമുട്ടുകൾ വെച്ചു. അപ്പോൾ ഈ ഹദീസ് വ്യക്തമാണ്, കാൽമുട്ടുകളാണ് ആദ്യം വെക്കേണ്ടത്. ഇത് അബൂദാവൂദും തിർമുദിയും ഇബ്നു മാജയും നസായിയൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അബൂദാവൂദ് തിർമുദി ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു മാജ് റഹ്മുള്ള സാബിത്താന്ന് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ റഹ്മുള്ള സ്വഹിയ എന്നൊക്കെ പറഞ്ഞ ഹദീസാണ്. പക്ഷേ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഹദീസ് ദഈഫാണ്. അൽബാനി റഹ്മുള്ളക്ക് പറഞ്ഞു ഹദീസ് ദഈഫാണ്. അതുപോലെ തന്നെ ബൈഹഖി റഹ്മുള്ള പറഞ്ഞു ഹദീസ് ദഈഫാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ ഈ ഹദീസ് വെച്ചിട്ട് പറഞ്ഞു കാലുകളാണ് ആദ്യം വെക്കേണ്ടത്. എന്നാൽ ഈ ഹദീസ് ദുർബല എന്ന് പറഞ്ഞവർ അത് സ്വീകരിച്ചില്ല. അപ്പോൾ വേറൊരു ഹദീസ് ഉണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്. അതിലുള്ളത് ഇദാ സജദ അഹദുകും ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈർ, നിങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ കുത്തരുതേ. വലിയദൈഹി ഖബ്ല റുക്ബതൈഹി, അവൻ്റെ കൈകൾ അവൻ വെക്കണം കാലുകൾ വെക്കുന്നതിന് മുമ്പേ. ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ സുജൂദ് ചെയ്യരുതേ. ഒട്ടകം എങ്ങനെ മുട്ടുകുത്തൽ? ഒട്ടകം അതിൻ്റെ മുന്നിലുള്ള അതാണ് ആദ്യം കുത്തുക, എന്നിട്ടാണ് പിന്നിലുള്ള വെക്കുക. ഒട്ടകത്തിൻ്റെ മുന്നിലുള്ളത് നമ്മൾ സാധാരണ എന്താ കൈകൾ എന്നാണ് പറയല്. അപ്പോൾ ഒട്ടകം കൈകളാണ് കുത്തുന്നത്. റസൂല് പറഞ്ഞത് ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ കുത്തരുതേ. അപ്പോൾ നമ്മൾ എന്ത് വെക്കരുതേ? കൈകൾ വെക്കരുതേ, കാലുകൾ വെക്കണം. എന്നാൽ ഹദീസിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ റസൂൽ പറയുമ്പോൾ ഖബ്ല റുക്ബതൈഹി, കാൽമുട്ടുകൾ വെക്കണതിൻ്റെ മുമ്പ് കൈകൾ വെക്കട്ടെ. അപ്പോൾ ഹദീസിൻ്റെ ഒന്നാമത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും വൈരുദ്ധ്യമായി. അപ്പോൾ ഒരു ഭാഗം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പോലത്തെ പണ്ഡിതന്മാർ സാദുൽ മഅദിലൊക്കെ പറഞ്ഞു ഹദീസ് ദുർബലാണ്. കാരണം ഹദീസിൽ ഇൻഖിലാബ് സംഭവിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ടുണ്ട്, ഹദീസ് സ്വഹീഹല്ല. എന്നാൽ ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഹദീസിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ പിന്നെ വൈരുദ്ധ്യവും അത് വൈരുദ്ധ്യമല്ല. അവർ പറഞ്ഞു ഒട്ടകത്തിൻ്റെ റുക്ബത്ത് അതിൻ്റെ കയ്യമ്മയാണ്, നാൽക്കാലികൾക്കെല്ലാം അതിൻ്റെ റുക്ബത്ത് അതിൻ്റെ കയ്യമ്മ ഉണ്ടാവുക. അപ്പോൾ ഒട്ടകം കയ്യാണ് കുത്തുന്നത് എങ്കിലും ശരിക്കും എന്താ വെക്കണത്? റുക്ബത്താണ്. അപ്പോൾ റസൂൽ രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞ് റുക്ബത്ത് വെക്കണതിൻ്റെ മുമ്പ് കൈകൾ വെക്കട്ടെ എന്നാണ്. അപ്പോൾ ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു കൈകളാണ് ആദ്യം വെക്കേണ്ടത്. ഇങ്ങനെ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മേഖലയാണ്. അല്ലാഹു അഅലം കൂടുതൽ ശരിയായി മനസ്സിലാവുന്നത് കാലുകളാണ് ആദ്യം വെക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഫിത്രത്തിന് ശുദ്ധ പ്രകൃതിക്കും യോജിച്ചതാണ്. നമ്മൾ മുകളിൽ നിന്ന് അടിയിലേക്ക് പോകുമ്പോൾ ആദ്യം അടിയിലുള്ള ഭാഗങ്ങൾ നിലത്ത് വെക്കലാണ് നമുക്ക് വീഴാൻ സുഖം. നേരെ കൈകൾ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് കാലുകൾ വെക്കണതിൻ്റെ അടുത്ത് നമുക്ക് സുഖം കാലുകൾ വെച്ചിട്ട് പിന്നെ കൈകൾ വെക്കില്ല. അതുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പോലെയുള്ള പണ്ഡിതന്മാർ സിഫത്തു സ്വലാത്തിലൊക്കെ പറഞ്ഞത് കാലുകൾ വെക്കലാണ് പ്രബലമായ അഭിപ്രായം നിലതാണ്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അഭിപ്രായം പറഞ്ഞവരാണ്. അല്ലാഹു അഅലം. ശരി, അങ്ങനെ നമ്മൾ സുജൂദിലേക്ക് എത്തിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, സുജൂദിൽ 8 അവയവങ്ങൾ നിലത്ത് വെക്കണം. സുജൂദിൽ 8 അവയവങ്ങൾ നിലത്ത് വെക്കണം. റസൂലുള്ളാഹി പറഞ്ഞു ഉമിർതു അൻ അസ്ജുദ അലാ സബ്അത്തി അഅ്ളുമിൻ, 7 അവയവങ്ങളിലായി സുജൂദ് ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. എന്നിട്ട് 7 അവയവങ്ങൾ റസൂൽ 8 അവയവങ്ങൾ എണ്ണി കാണിച്ചു കൊടുത്തു. 1 നെറ്റി, 2 മൂക്ക്,
പിന്നെ 3ഉം 4ഉം 2 കൈപ്പത്തി, 5ഉം 6ഉം കാൽമുട്ടുകൾ, 7ഉം 8ഉം അത്തുറാഫുൽ ഖദമൈൻ, കാൽ വിരലുകളുടെ പള്ള. അപ്പോൾ കാലിങ്ങനെ വെറുതെ വെച്ചാൽ പോരാ, വിരലുകൾ കുത്തി വെക്കണം. കാൽ വിരലിൻ്റെ പള്ളയാണ്. അപ്പോൾ കാൽ വിരലുകൾ ശരിയായ രൂപത്തിൽ കുത്തി വെക്കണം. ഇപ്പോൾ ചില ആൾക്കാർ സുജൂദിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു കാലിൻ്റെ മുകളിൽ ഒരു കാല് കയറ്റി വെച്ചിരിക്കും. സുജൂദ് ബാത്തിലാണ്. സുജൂദ് ബാത്തിലായാൽ നമസ്കാരം ബാത്തിലാവും. അതുപോലെ തന്നെ ചില ആൾക്കാർ കാലുകൾ വെറുതെ ഇങ്ങനെ വെക്കും. അതൊന്നും ശരിയല്ല. കാലിൻ്റെ വിരലിൻ്റെ പള്ള വെക്കണം. അപ്പോൾ പരമാവധി വിരലിൻ്റെ പള്ളനെ നമ്മൾ കുത്തി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി റസൂൽ ഈ സുജൂദിൽ ഇബ്നു ഖുദാമ റഹ്മത്തുള്ള തൻ്റെ മുഗ്നിയിൽ പറഞ്ഞത് കാണാം. സുജൂദിൽ കിടക്കുന്ന സമയത്ത് യസ്തഹിബ്ബു അയ്യലഅ റാഹതൈഹി അലൽ അർദ്, കൈപ്പത്തി ഭൂമിയിൽ വെക്കൽ സുന്നത്താണ്. മബ്സൂത്തൈനി, ഇങ്ങനെ നീട്ടിയ അവസ്ഥയിൽ. മൽമൂമത്തൈ അൽ അസ്വാബിർ ബഅ്ദുഹാ ഇലാ ബഅദ്, പരസ്പരം വിരലുകൾ കൂട്ടിവെച്ച്. മുസ്തഖ്ബിലൻ ബിഹിമ അൽ ഖിബില, ഖിബിലയിലേക്ക് മുന്നിട്ട്. അപ്പോൾ സുജൂദിൽ കൈകൾ വെക്കേണ്ടത് നമ്മൾ തക്ബീർ ഇഹ്റാമിന് വേണ്ടി കൈകൾ ഉയർത്തിയില്ലേ, ഇതേപോലെ തന്നെ കൈകളെല്ലാം ഖിബിലക്ക് നേരെയാക്കി വിരലുകളെല്ലാം കൂട്ടിപ്പിടിച്ച് കൈകൾ നിവർത്തി പിടിച്ചിട്ടാണ് സുജൂദിൽ കൈ വെക്കേണ്ടത്. ഈ കൈകൾ എവിടെ വെക്കണം? സുജൂദിൽ എവിടെ വെക്കണം? വയറിൻ്റെ അവിടെയാണോ വെക്കേണ്ടത്? മുമ്പിലാണോ? എവിടെ വെക്കണം? 2 ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരു ഹദീസ് പ്രകാരം റസൂലുള്ളാഹി ബിഹിദാഇ ഉദ്നൈഹി, തൻ്റെ ചെവിയുടെ അവിടെ വെച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ തക്ബീർ ഇഹ്റാമിൽ ചെവി വരെ ഉയർത്തിയല്ലോ, അതുപോലെ ചെവിയുടെ അതുവരെ വെക്കാം. മറ്റൊരു ഹദീസിൽ ഹദ്വ മൻകിബൈഹി, ചുമലിൻ്റെ അവിടെ വെച്ചു എന്നാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ സുജൂദിൽ കിടക്കുമ്പോൾ നമ്മളെ ചുമലിൻ്റെ നേരെയായിട്ട് കൈകൾ വെക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി മുമ്പിലാക്കിയിട്ട് ചെവിയുടെ നേരെയായിട്ട് കൈകൾ വെക്കുക. ഇങ്ങനെയാണ് കൈകൾ വെക്കേണ്ടത്. ഇനി കൈകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, റസൂലുള്ളാഹി പറഞ്ഞു ള കഫൈക വർഫ മിർഫഖൈക, നിൻ്റെ കഫുകൾ നീ നിലത്ത് വെക്ക്, നിൻ്റെ മിർഫക്ക് നീ ഉയർത്ത്. മറ്റൊരു ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറയാണ് വലാ യബ്സുതു അഹദുകും ബിറാഇഹി ബിസാത്തൽ കൽബ്, നായ കൈകൾ വെക്കുന്നത് പോലെ നിങ്ങൾ വെക്കരുത്. നായ കിടക്കുമ്പോൾ ഇങ്ങനെയല്ലേ കിടക്കുക, ഈ രൂപത്തിൽ നിങ്ങൾ കൈകൾ വെക്കരുത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ കഫ് മാത്രം നിലത്ത് കുത്തി മിർഫക്ക് ഉയർത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കടന്നു കഴിഞ്ഞാൽ ഹദീസിൽ കാണാം ഹത്തായ ബുദുവ ബയാലു ഇബ്തൈഹി, റസൂലിൻ്റെ കക്ഷത്തിൻ്റെ വെളുപ്പ് കാണാമായിരുന്നു എന്നാണ്. അത്രയും റസൂൽ ഇങ്ങനെ കൈകൾ ഉയർത്തും. മൈമൂന റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ അവർ പറയാണ് ലൗ ഷാഅത്ത് ബഹ്മത്തുൻ അൻ തമുറ ബൈന യദൈഹി ലമറത്ത്, റസൂൽ ഇങ്ങനെ കൈകൾ ഉയർത്തിയാൽ ഒരു ചെറിയ ജീവി അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകാൻ ഉദ്ദേശിച്ചാൽ അതിന് നടന്നു പോകാമായിരുന്നു. അത്രയും റസൂൽ കൈകൾ ഉയർത്തി വെക്കും. അപ്പോൾ ഈ ജമാഅത്ത് നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ജമാഅത്തിൽ നമുക്ക് അപ്പുറത്തെ ആളുണ്ടാകുമ്പോൾ നമ്മളൊന്നാക്കുമ്പോൾ ഇജ്ജാരുടെ ഇന്നാക്കാൻ തിരിച്ചൊന്ന് തരും, പിന്നെ നമസ്കാരത്തിലാകതെല്ലാവും. അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്യരുത്? മറ്റുള്ള ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ കൈകൾ വെക്കരുത്. നമ്മൾ പരമാവധി എന്ത് ചെയ്യണം? ഉയർത്തണം. ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ ഇമാമാവുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഏതായിരുന്നാലും ഇംബിസാത്തുൽ കൽബ്, ഇങ്ങനെ പരത്തി വെക്കുന്ന രൂപം ചെയ്യാൻ പാടില്ല. അതുപോലെ കാലുകൾ നമ്മൾ വെക്കുമ്പോൾ കാലുകൾ കൂട്ടി വെക്കണം. കാലുകൾ ഇങ്ങനെ വിടർത്തി വെക്കാൻ പാടില്ല. കാലുകൾ രണ്ടും അടുപ്പിച്ച് കാലുകൾ രണ്ടും കൂട്ടി വെക്കണം. ഇത്രയും കാര്യങ്ങൾ സുജൂദിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സുജൂദിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖ്ഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. ഇതൊക്കെ സുജൂദിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളാണ്. സുജൂദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം. അക്സിറു അദ്ദുആ, ദുആ അധികരിപ്പിക്കാൻ വേണ്ടി റസൂൽ പറഞ്ഞു. കാരണം സുജൂദിലുള്ള പ്രാർത്ഥനകൾ ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സുജൂദിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം. സുജൂദ് കഴിഞ്ഞാൽ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം, അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്ത് ഇന്തിഖാൽ ചൊല്ലിക്കൊണ്ട് ഇടയിലെ ഇരുത്തത്തിലേക്ക് വേണ്ടി എഴുന്നേൽക്കണം. ഇടയിലെ ഇരുത്തത്തിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. എങ്ങനെയാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം? ഇടത്തെ കാല് ഇങ്ങനെ പരത്തി വെക്കുക, ഇടത്തെ കാലിൻ്റെ മുകളിൽ കയറിയിരിക്കുക, വലത്തെ കാല് നാട്ടി വെക്കുക. അതാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. മറ്റൊരു സുന്നത്തായ രൂപം ഇഖ്ആ ആണ്. ഇഖ്ആ ഉൽ ഖദമൈൻ എന്ന് പറയും. അഥവാ കാല് രണ്ടും ഇങ്ങനെ നാട്ടി വെക്കുക, എന്നിട്ട് മടമ്പിൻ്റെ മുകളിൽ കയറിയിരിക്കുക.
കാല് രണ്ടും ഇങ്ങനെ നാട്ടി വെച്ചിട്ട് മടമ്പിൻ്റെ മുകളിൽ കയറിയിരിക്കുക. ഇത് ഇഖ്ആഉൽ ഖദമൈൻ എന്നാണ് പറയുന്നത്. ഇതും സുന്നത്തായ രൂപമാണ്. ഇങ്ങനെ 2 രൂപങ്ങളാണ് സുന്നത്തായി വന്നിട്ടുള്ളത്. വിരോധിക്കപ്പെട്ട ഒരു ഇരുത്തമുണ്ട്, ഉഖ്ബത്തു ശൈത്വാൻ എന്ന് പറയും. അതെങ്ങനെയാണ്? അത് 2 കാലുകളും ഇങ്ങനെ വിടർത്തി വെക്കുക, എന്നിട്ട് അതിൻ്റെ ഇടയിലിരിക്കുക. 2 കാലും കൊണ്ട് സൈഡിലേക്ക് വിടർത്തി വെച്ചിട്ട് അതിൻ്റെ ഇടയിലിരിക്കുക. ഇത് വിരോധിക്കപ്പെട്ട ഇരുത്തമാണ്. ശരി, അങ്ങനെ സുജൂദിനിടയിലെ ഇരുത്തത്തിൽ നമ്മൾ കൈകൾ എങ്ങനെ വെക്കണം? 2 രൂപത്തിലാണ് ഹദീസ് വന്നിട്ടുള്ളത്. ഒരു ഹദീസ് പ്രകാരം വവളഅ കഫഹുൽ യുംന അലാ ഫഖിദിഹിൽ യുംന വവളഅ കഫഹുൽ യുസ്റ അലാ ഫഖിദിഹിൽ യുസ്റ. റസൂൽ തൻ്റെ വലത്തെ കൈ വലത്തെ തുടയുടെ മുകളിൽ വെച്ചു, ഇടത്തെ കൈ ഇടത്തെ തുടയുടെ മുകളിൽ വെച്ചു. അപ്പോൾ ഈ തുടയുടെ അറ്റത്തായിട്ട് മുട്ടിനോട് ചേർത്ത് തുടയിൽ 2 കൈകളും വെക്കുക. ഇതാണ് ഒരു രൂപം. രണ്ടാമത്തെ രൂപം വവളഅ യദഹുൽ യുസ്റ അലാ റുക്ബത്തിഹിൽ യുസ്റ വവളഅ യദഹുൽ യുംന അലാ റുക്ബത്തിഹിൽ യുംന. റസൂൽ തൻ്റെ ഇടത്തെ കൈ ഇടത്തെ കാൽമുട്ടിലും വലത്തെ കൈ വലത്തെ കാൽമുട്ടിലും വെച്ചു. അപ്പോൾ കാൽമുട്ടിൽ വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ രൂപം. ഒന്നുകിൽ തുടയിൽ, ഈ തുടയുടെ അറ്റത്ത് മുട്ടിൻ്റെ തുടക്കത്തിലായിട്ട് ആ ഭാഗത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ മുട്ടിൽ വെക്കുക. ഇങ്ങനെ 2 രൂപമാണ് സുജൂദിൻ്റെ ഇരുത്തത്തിൽ നമുക്ക് ഇരിക്കാനുള്ളത്. അതിൽ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്നുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് അധികരിപ്പിക്കാം. പിന്നെ നമ്മൾ 1-ാമത്തെ റക്അത്ത് കഴിഞ്ഞ് 2-ാമത്തെ റക്അത്ത് എഴുന്നേൽക്കുന്നു, 2-ാമത്തെ റക്അത്ത് പോലെ ചെയ്ത് 3 കഴിഞ്ഞ് പിന്നെ 4-ാമത്തെ റക്അത്ത്. 4-ാമത്തെ റക്അത്തിൽ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് അത്തഹിയാത്താണ്, തശഹുദ്. അപ്പോൾ 2-ാമത്തെ റക്അത്തിലും തശഹുദ് ഉണ്ടല്ലോ അല്ലേ. 2-ാമത്തെ റക്അത്തിൽ തശഹുദിൽ നമ്മൾ ഇരിക്കേണ്ട ഇരുത്തം ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. അതിൽ ഏതുവരെ ചെല്ലണം? അതിൽ പ്രബലമായ അഭിപ്രായം നമ്മൾ ഷഹാദത്ത് വരെ ചെല്ലണം എന്നുള്ളതാണ്. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതുവരെയാണ് ചെല്ലേണ്ടത്. എന്നിട്ട് നമ്മൾ എഴുന്നേൽക്കണം. ഇബ്രാഹിമി സ്വലാത്ത് ചെല്ലണ്ട എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അല്ലാഹു. ഇനി അവസാനത്തെ തഹിയാത്തിൽ 4-ാമത്തെ റക്അത്തിലെ തഹിയാത്തിൽ തവറുക്കിൻ്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. തവറുക്കിൻ്റെ ഇരുത്തം. അപ്പോൾ നമുക്കറിയാലോ, ഇടത്തെ കാല് വെച്ച് അതിൻ്റെ അടിയിൽ കൂടെ വലത്തെ കാലിട്ട് നിലത്ത് ചന്തി വെച്ചിരുന്ന് വലത്തെ കാല് നാട്ടി വെക്കുന്ന ആ ഒരു രൂപം തവറുക്കിൻ്റെ ഇരുത്തം. ആ ഇരുത്തത്തിൽ നമ്മൾ ചെല്ലേണ്ടത് തശഹുദ് ചെല്ലണം, ഇബ്രാഹിമി സ്വലാത്തും ചെല്ലണം. ഇന്നക ഹമീദും മജീദ് വരെ ചെല്ലൽ റുക്കിനാണ്. പിന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു സുന്നത്താണ്. അത് നമ്മൾക്ക് ആ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഏത് പ്രാർത്ഥന റസൂൽ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കതീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇതാ സമയത്ത് എല്ലാം കൊണ്ട് റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ആ സമയത്ത് എല്ലാം വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥന. ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൂടും. അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ല നല്ല ദുആകൾ അധികരിപ്പിക്കുക. ശരി, അവിടെ വിരലുകൾ ഉയർത്തണം. കൈകൾ വെക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈകൾ വെക്കുക. വിരൽ ഉയർത്തണമല്ലോ അല്ലേ. നമ്മുടെ ഈ വിരൽ ഉയർത്തണം. ഇതിന് സബ്ബാഹ അല്ലെങ്കിൽ സബ്ബാബ എന്നാണ് അറബിയിൽ പറയുക. അപ്പോൾ എപ്പോഴാണ് വിരൽ ഉയർത്തേണ്ടത്? അതേപോലെ വിരലുകൾ അനക്കണമെങ്കിൽ എപ്പോഴാണ് അനക്കേണ്ടത്? അപ്പോൾ അതിൽ മദ്ഹബുകൾക്കിടയിലൊക്കെ നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. അപ്പോൾ ഷാഫി മദ്ഹബ് പ്രകാരമാണെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴാണ് ഉയർത്തേണ്ടത്. പിന്നെ അത് അനക്കാൻ പാടില്ല. ഇത് മസീഹു ദജ്ജാൽ വരെ ഇങ്ങനെ തന്നെ വെക്കണം. മാലിക്കി മദ്ഹബാണെങ്കിൽ തുടക്കത്തിൽ തന്നെ വിരലുകൾ ഉയർത്തണം. യമീനം വശിമാരൻ ഇടത്തെ ഭാഗത്തേക്കും വലത്തെ ഭാഗത്തേക്കും അനക്കിക്കൊണ്ടിരിക്കണം മസീഹു ദജ്ജാൽ വരെ. ഹനഫി മദ്ഹബിലാണെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞു. ഹംബലി മദ്ഹബിലെ ഇസ്മുൽ ജലാല വരുമ്പോൾ ഉയർത്തണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. പിന്നെ അള്ളാഹ് എന്നുള്ള ഇസ്മുൽ ജലാല വരുമ്പോൾ ഉയർത്തണം. ഇങ്ങനെയൊക്കെ മദ്ഹബിലെ അഭിപ്രായങ്ങൾ കാണാം. അല്ലാഹു അഅലം. അതിൽ ശരിയായ അഭിപ്രായം തശഹുദിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ വിരൽ ഉയർത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജലസ ഫി തശഹുദ്, തശഹുദിൽ ഇരുന്ന് കഴിഞ്ഞാൽ തൻ്റെ വിരൽ ഉയർത്തുമായിരുന്നു എന്നാണ്. അപ്പോൾ തശഹുദിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിരൽ ഉയർത്തണം. വിരൽ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഈ വിരൽ പിടിക്കേണ്ടത്. അതിൽ റസൂലിന് സ്ഥിരപ്പെട്ടു വന്ന ഒരു രൂപം റസൂല് ഈ 2 ഹിൻസർ ബിൻസർ എന്ന് പറയും, ഈ 2 വിരലുകൾ അതുപോലെ തന്നെ
ഈ വുസ്ത്വ ഇത് ഇബ്ഹാമിലേക്ക് ചേർക്കും. ഇപ്പം ഇങ്ങനെ ഒരു വട്ടക്കണ്ണിയിലെ എന്നിട്ട് ഇതിങ്ങനെ ചൂണ്ടും. ഇപ്പോൾ ഹിൻസർ ബിൻ ചെറിയ വിരലും ഈ വിരലും ഹിൻസർ ബിൻസർ അറിയും, ഇത് രണ്ടും ഇങ്ങനെ പിടിക്കും. എന്നിട്ട് വുസ്ത്വ ഇബ്ഹാമിലേക്ക് ചേർക്കും, ഇങ്ങനെ വട്ടക്കണ്ണിയാക്കും. എന്നിട്ട് സബ്ബാഹ ഇങ്ങനെ ചൂണ്ടും. രണ്ടാമത്തെ ഒരു രൂപം ഈ 3 വിരലുകളും ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. എന്നിട്ട് ഇബ്ഹാം ഇതിലേക്ക് ചേർക്കും, എന്നിട്ട് ഇങ്ങനെ പിടിക്കാം. ഈ 2 രൂപങ്ങളും സ്ഥിരപ്പെട്ടു വന്നതാണ്. വേറെയും രൂപങ്ങൾ സ്ഥിരപ്പെട്ടു വന്നതായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലം. ശരി, അങ്ങനെ നമ്മൾ വിരൽ പിടിച്ചു. ഇനി ഈ വിരൽ എപ്പോഴാണ് അനക്കേണ്ടത്? ഹദീസിൽ വന്നത് പ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹരിക്കുഹ, അത് ഇളക്കിയിരുന്നു. വയദ്ഉ ബിഹ, അതുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഇളക്കിയിരുന്നു എന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് പ്രാർത്ഥനയുടെ സന്ദർഭങ്ങളിൽ വിരലനക്കുക എന്നാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ സന്ദർഭം എവിടെയൊക്കെ വരുന്നുണ്ട്? ഇപ്പോൾ അത്തഹിയാത്തിൽ 2 വരുന്നുണ്ട്. അത്തഹിയാത്തുൽ മുബറകാത്തു സ്വലവാത്തു ഇബാത്തുല്ല, അസ്സലാമു അലൻ നബിയ്യി റഹ്മത്തുള്ളാഹി വബറകാത്തു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അവിടെ 2 ഇളക്കുക. ഇബ്രാഹിം സ്വലാത്തിൽ 2 സന്ദർഭങ്ങൾ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ്. പിന്നെ അവസാനത്തെ പ്രാർത്ഥനയിൽ അവസാനത്തിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് മുഴുവൻ ദുആ ആണ്. അതുകൊണ്ട് മുഴുവൻ സന്ദർഭത്തിലും മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കിയാലും പ്രശ്നമില്ല എന്നും പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ പറ്റും. നമുക്ക് ഏത് രൂപമാണെങ്കിലും സ്വീകരിക്കാം. അല്ലാഹു അലം. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ സലാം വീട്ടലാണ്. സലാം വീട്ടുമ്പോൾ എങ്ങനെയാണ് സലാം വീട്ടേണ്ടത്? ഇപ്പോൾ ചില ആൾക്കാർ സലാം വീട്ടുമ്പോൾ കാണാം ഇങ്ങനെ ആദ്യം ഒന്ന് മുറിക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ ഒരു മുറിക്കൽ സ്ഥിരപ്പെട്ട് വന്നതല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. നേരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും, ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്. ഇനി അതിൽ രണ്ടാമത്തെ ഒരു മസല, നമ്മൾ സലാം വീട്ടുമ്പോൾ ഖിബിലയുടെ നേരെയാക്കിയിട്ട് തുടങ്ങണം. അഥവാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇങ്ങനെ ഖിബിലക്ക് നേരെയാക്കിയിട്ട് സലാം വീട്ടാൻ തുടങ്ങുക, എന്നിട്ട് തിരിയാം. ഇങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഷാഫി മദ്ഹബ് പ്രകാരമൊക്കെ. എന്നാൽ ശരിയായ അഭിപ്രായ പ്രകാരം നമ്മൾ തിരിയുമ്പോൾ തന്നെ സലാം പറയൽ തുടങ്ങണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവിടെ തിരിയുമ്പോൾ തന്നെ സലാം പറയൽ തുടങ്ങണം. എന്നിട്ട് തിരിയൽ പൂർണ്ണമാവുന്നതോടുകൂടി സലാം പറയൽ തീരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതാണ് ശരിയായ അഭിപ്രായമായിട്ട് മനസ്സിലാവുന്നത്. അല്ലാഹു അലം. അത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 2 സലാം വീട്ടലുകൾ നമസ്കാരത്തിൻ്റെ റുക്കിനാണ്. 2 സലാം വീട്ടലുകൾ നമസ്കാരത്തിൻ്റെ റുക്കിനാണ് ഹംബലി മദ്ഹബ് പ്രകാരം. അപ്പോൾ ഇമാമിൻ്റെ നമസ്കാരം എപ്പോഴേ പൂർത്തിയാവുന്നുള്ളൂ? 2 സലാം വീട്ടലുകളും കഴിഞ്ഞാലാണ്. അപ്പോൾ ഇമാമിൻ്റെ നമസ്കാരം പൂർത്തിയാവുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഇമാമിൻ്റെ ഒപ്പം മസ്ബൂക്കായിട്ടെങ്കിലും ചേർന്നുണ്ടാവും. അഥവാ നമുക്ക് ചിലപ്പോൾ 1 റക്അത്ത് 2 റക്അത്തൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നീച്ചിസ്കരിക്കണം. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഇമാം 1 സലാം വീട്ടുമ്പോഴേക്കും തന്നെ ഓല് നീക്കും, എന്നിട്ട് നിസ്കാരം ബാക്കിയുള്ളത് തുടർത്തും. അവിടെ എന്താ പ്രശ്നം ഉണ്ടാവുന്നത്? ഇമാം 1 സലാം വീട്ടുമ്പോൾ ഇമാമിൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇമാമിനെ മുറിച്ചു, എന്നിട്ട് നീച്ച് നിസ്കരിക്കുകയാണ്. അത് വളരെ ഗൗരവമാണ്. അതുകൊണ്ട് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇമാം 2 സലാം വീട്ടലുകളും കഴിഞ്ഞിട്ടേ നമ്മൾക്ക് നീക്കാൻ പറ്റുള്ളൂ. സലാം വീട്ടുമ്പോഴും അതേപോലെ തന്നെ ഇമാം 2 സലാം വീട്ടലുകളും കഴിഞ്ഞിട്ടാണ് നമ്മൾ സലാം വീട്ടാൻ തുടങ്ങേണ്ടത്. ഇമാം സലാം വീട്ടുമ്പോൾ തന്നെ ഒപ്പം ചെയ്യാൻ പാടില്ല. ഇമാം 2 സലാം വീട്ടലും കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടേണ്ടതാണ്. അതാണ് അഫ്ളലായ രൂപം. മറ്റൊരു കാര്യം, നമ്മൾ ഓരോ റുക്കിന് ചെയ്യുമ്പോഴും, ഇപ്പോൾ റുക്കൂ, സുജൂദ്, ഓരോ റുക്കിന് ചെയ്യുമ്പോഴും ചില ആളുകൾ നമുക്ക് തോന്നും നമ്മളെ മഅ്മൂം ഇവനാണ് ഇമാമ് ഞാനാണ് ഇമാമ് തോന്നിപ്പോകും. ആ രൂപത്തിൽ അവരെന്ത് ചെയ്യും? ഇമാമിനെ മുൻകടക്കും. ഇമാം റുക്കൂയ്ക്ക് എത്രയും മുമ്പേ അവൻ റുക്കൂയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇമാമ് സുജൂദിലേക്ക് എത്രയും മുമ്പ് സുജൂദിലേക്ക് എത്തിയിട്ടുണ്ടാവും. അത് വളരെ ഗൗരവമാണ്. 4 അവസ്ഥകളാണ് മഅ്മൂമിന് ഇമാമിൻ്റെ കൂടെ ഉള്ളത്. ഒന്ന് സബക്ക് പറഞ്ഞാൽ മുൻകടക്കുക, ഇമാമിനെ മുൻകടക്കുക. 2 ഖൽഫ്, ഇമാമിനെ പിന്തുക.
ഇമാമ് ചെയ്തിട്ടും എങ്ങനെ ചെയ്യാതൊക്കെ. 3 മുത്താബഅത്ത്, ഇമാമ് ചെയ്തതിന് ശേഷം ചെയ്യാം. 4 മുവാഫഖത്ത്, ഇമാമിൻ്റെ കൂടെ ചെയ്യാം. ഇതിലൊന്ന് സബക്ക്, ഇമാമിനെ മുൻകടക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ യഖ്ശ അഹദുക്കും ഇദാ റഫഅ റഅസഹു ഖബ്ലൽ ഇമാമി അൻ യജ്അലല്ലാഹു റഅസഹു റഅസ ഹിമാരിൻ ഔ യജ്അലല്ലാഹു സൂറതഹു സൂറത ഹിമാരിൻ. ഇമാം തല ഉയർത്തുന്നതിന് മുമ്പേ തല ഉയർത്തുന്നവർ ഭയപ്പെടുന്നില്ലേ അവൻ്റെ തലയെ അള്ളാഹു കഴുതയുടെ തലയാക്കി മാറ്റുന്നതിനെ, അല്ലെങ്കിൽ അവൻ്റെ രൂപത്തെ അള്ളാഹു കഴുതയുടെ രൂപമാക്കി മാറ്റുന്നതിനെ. ഇപ്പം എത്ര ഗൗരവമുണ്ട്, ശക്തമായി താക്കിയതാണ്. അതുകൊണ്ട് ഇമാമിന് ഒരിക്കലും മുൻകടക്കാൻ പാടില്ല. ഇനി ഒരാൾ ഇമാമിനെ മുൻകടന്നു, ഇമാം റുക്കൂ ചെയ്യേണ്ടുമ്പോൾ റുക്കൂ ചെയ്തു, നമസ്കാരം ബാത്തിലാവും. പണ്ഡിതന്മാർ പറഞ്ഞു ഒരു റുക്കിന് ഇമാമിനെ മുൻകടന്നാൽ നമസ്കാരം ബാത്തിലാവും. ഇനി ഇമാമിന് രണ്ടാമത്തെ അവസ്ഥ ഇമാമിനെ ഖൽഫ്, ഇമാമിനെ പിന്തലാണ്. ഇമാം എന്ത് ചെയ്തു? റുക്കൂ ചെയ്തു. ഇപ്പോഴും ഫാത്തിഹ ഇങ്ങനെ നോക്കുകയാണ്. ഇമാം ഈതിദാലിലേക്ക് വരുന്നതിന് മുമ്പേ ഇമാമിൻ്റെ അടുത്തേക്ക് എത്തണം, അല്ലെങ്കിൽ നമസ്കാരം ബാത്തിലാവും. 3 മുവാഫഖത്ത്, ഇമാമിൻ്റെ കൂടെ ചെയ്യാം, അതും ഒഴിവാക്കേണ്ടതാവും, നല്ലതല്ല. 4 മുത്താബഅത്ത്, ഇമാം ചെയ്തതിന് ശേഷം ചെയ്യാം. ഇമാം ചെയ്തു അപ്പം തന്നെ ചെയ്യാം. ഇതാ റസൂൽ പറഞ്ഞു, ഫഇദാ കബ്ബറ ഫകബ്ബിറു വഇദാ റകഅ ഫർകഉ. ഇമാം ചെയ്താൽ ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യേണ്ട രൂപം, അതാണ് ശരിയായ രൂപം. അല്ലാഹു അഅലം. അവസാനത്തെ ഒരു മസ്അല കൂടി നമുക്കറിയാം. റുക്കൂ എപ്പോഴാണ് നമുക്ക് കിട്ടുക? അല്ല, റുക്കൂയിൽ ഇമാമിൻ്റെ ഒപ്പം ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? റക്അത്ത് കിട്ടും, അല്ലേ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്റക റുക്കൂഅ ഫഖദ് അദ്റക റക്അ. ആർക്കെങ്കിലും റുക്കൂൾ കിട്ടിയാൽ അവൻ റക്അത്ത് ലഭിച്ചു. അപ്പോൾ റുക്കൂൾ കിട്ടിയാൽ റക്അത്ത് ലഭിച്ചു കാരണം റുക്കൂയിൽ എങ്ങനെ ഇമാമിൻ്റെ കൂടെ കിട്ടണം? ഒരു പ്രാവശ്യം സുബ്ഹാന റബ്ബിൽ അലീം ചെല്ലാനുള്ള സമയം വേണോ? ഇമാമിൻ്റെ ഇപ്പോൾ ഒരു സെക്കൻഡെങ്കിലും നിൽക്കണോ? എങ്ങനെയാണ്? അഖല്ലു റുക്കൂൾ കിട്ടിയാൽ റക്അത്ത് കിട്ടും. അഖല്ലു റുക്കൂൾ എന്ന് പറഞ്ഞാൽ റുക്കൂവിൻ്റെ ഏറ്റവും ചെറിയ അവസ്ഥ. അതെങ്ങനെയാണ്? കുനിഞ്ഞ് കൈകൾ മുട്ടിലേക്കെത്തലാണ്. നമ്മൾ ഒന്ന് കുനിഞ്ഞ് കൈകൾ മുട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റുക്കൂആയി. പിന്നെ അതിൻ്റെ പൂർത്തീകരണമാണ് നമ്മൾ പൂർണ്ണമായിട്ട് കുനിയൽ. അപ്പോൾ നമ്മൾ ഇമാം റുക്കൂയിലേക്കാണ്, നമ്മൾ വേഗം വന്നിട്ട് എന്ത് ചെയ്തു? നമ്മളൊന്ന് കുനിഞ്ഞ് കൈകൾ മുട്ടിലേക്കെത്തി, അപ്പോഴേക്കിന് ഇമാം നീച്ചു. നമ്മൾ കൈകൾ മുട്ടിലേക്കെത്തി, അപ്പോൾ ഇമാം റുക്കൂയിലുണ്ട്. പിന്നെ നമ്മൾ കുനിഞ്ഞ് പൂർണ്ണമാവണതിൻ്റെ മുമ്പേ ഇമാം നീച്ചു, പക്ഷെ നമുക്ക് റക്അത്ത് കിട്ടിയിരിക്കണം. അപ്പോൾ ഇമാമിൻ്റെ കൂടെ നമ്മുടെ കൈകൾ മുട്ടിലേക്കെത്തി, ഒന്ന് കുനിഞ്ഞ് മുട്ടിലേക്കെത്തിയപ്പോൾ ഇമാമിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റക്അത്ത് ലഭിച്ചു എന്നാണ്. അല്ലാഹു അഅലം. അപ്പോൾ നമ്മൾ ഒരു രത്നച്ചുരുക്കം, വിശാലമായൊരു മേഖലയുടെ രത്നച്ചുരുക്കമാണ് നമ്മൾ വേഗത്തിൽ പറഞ്ഞു പോയത്.